ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ നാഗബന്ധം എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളെ തന്നെ സിനിമയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ കഥ 1962 തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹിമാലയത്തിൽ രണ്ട് സുഹൃത്തുക്കൾ കയറ് കെട്ടിയ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ്. അതിൽ ടെസ്ല എന്നൊരു വിദേശിയും അവൻ്റെ സുഹൃത്ത് അലിയയുമാണ് ഉള്ളത്. പെട്ടെന്ന് ടെസ്ലയുടെ കയറ് പൊട്ടി ഗുഹയ്ക്കുള്ളിലെ വെള്ളത്തിൽ വീഴുന്നു. അലി പരിഭ്രാന്തനായി തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്നു. എന്ത് ഗുഹയാണിത്? ഇതിനകത്താണല്ലോ നമ്മൾ വീണത്. നമ്മൾ തേടി വന്ന നിധി ശരിക്കും ഇവിടെ ഉണ്ടോ? അറിയില്ല, പക്ഷേ വളരെ ഭയാനകമാണ് ഈ ഗുഹ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ ദിശയിലേക്ക് ടോർച്ചടിച്ച് നോക്കിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് പാമ്പുകൾ ഉള്ളതായി കാണിക്കുന്നത്. പാമ്പുകൾ നിറഞ്ഞൊരു ഗുഹയാണത്. ഈ അലി അവൻ വലിയൊരു മരത്തിനടുത്തേക്ക് പോകുന്നു. ആ മരം കാണുന്ന അലിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ആ മരത്തിൽ നിന്ന് അവനൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് ആ മരത്തിൽ ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അയാൾ മരത്തിന്റെ വേരുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണുകൾ മാത്രം തുറന്നുകൊണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്, വന്നോ? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പല ജന്മങ്ങളായി കാത്തിരിക്കുന്നത്. ശരിക്കും നീ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് അയാൾ അലിക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്നു. അതിലൂടെ അലി താനൊരു സാധാരണക്കാരനല്ലെന്നും കഴിഞ്ഞ ജന്മത്തിൽ താനൊരു വലിയ രാജാവായിരുന്നു എന്നും തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, ഈ ജന്മത്തിൽ അലിക്ക് ചില ചുമതലകൾ കൂടിയുണ്ട്. അതായത് നാഗബന്ധം എന്നു പേരിലൊരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കണം. അത് തുറന്നാൽ അതിൽ നിന്ന് പല നിധികളും നമുക്ക് സ്വന്തമാക്കാമെന്ന് അയാൾ പറയുന്നു. അതുപോലെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ബ്രഹ്മകമലം എന്നു പേരുള്ള ഒരു വസ്തു എവിടെയാണുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ബ്രഹ്മകമലം എന്താണെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാതിലിന്റെ താക്കോലാണത്. ആ വിവരങ്ങൾ ഒരു പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഈ ഗുഹയിൽ തന്നെ എവിടെയോ ഉണ്ട്. അതാദ്യം നീ കണ്ടുപിടിക്കണം. അതിനുശേഷം അത് നോക്കി താക്കോൽ സ്വന്തമാക്കണം. അത് വെച്ച് നാഗബന്ധം എന്ന വാതിൽ തുറക്കണം എന്നൊക്കെ അയാൾ പറയുന്നു. ഇതിൽ നീ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും ഞാൻ ഈ ശാപത്തിൽ നിന്ന് മോചിതനാകും എന്നയാൾ പറയുന്നതോടെ അതുവരെ വളരെ നല്ലവനായിരുന്ന അലി ഇപ്പോൾ വില്ലനായി മാറുന്നു. അടുത്തതായി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. 1962 സംഭവം. വിദ്യാർത്ഥികളൊക്കെ അവിടെ ഒരു ചെറിയ എക്സിബിഷൻ വന്നതുപോലെ നിൽക്കുന്നു. ആർക്കിയോളജിയിൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവിടെയുള്ള ഒരാൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റായ പ്രഭാകർ അവിടേക്ക് വരുന്നത്. വളരെ സത്യസന്ധനായ മനുഷ്യനാണ് അദ്ദേഹം. നാട്ടിൽ എന്ത് പഴയ വസ്തു കിട്ടിയാലും അദ്ദേഹം അത് സർക്കാരിനെ ഏൽപ്പിക്കും. പ്രധാനമായിട്ടും അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. നേരത്തെ പറഞ്ഞ ആ പുസ്തകം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തേടി അദ്ദേഹം പലയിടത്തും പോയിട്ടുണ്ട്. തന്റെ സംഘത്തെ അയച്ചിട്ടുണ്ട്. എത്ര അന്വേഷിച്ചിട്ടും അതിനെക്കുറിച്ചൊരു ചെറിയ വിവരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. സീൻ കട്ട് ചെയ്താൽ പ്രഭാകറിന്റെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്, ടെസ്ല എന്ന പേരിലുള്ള ഒരാൾ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ടെസ്ല പ്രഭാകറിന്റെ ഒരു ബന്ധുവാണ്. അതെന്ത് ബന്ധമാണെന്ന് ഞാൻ പിന്നീട് പറയാം. പ്രഭാകർ അയാളെ കെട്ടിടത്തിനുള്ളിലേക്ക് വിളിപ്പിക്കുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അടിയന്തരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണണം. അതിനൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങി തരണം എന്ന് ടെസ്ല ആവശ്യപ്പെടുന്നു. എടാ, ഇത്രയും വലിയൊരു സ്ഥാനമുള്ള പ്രധാനമന്ത്രിയെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇതാ പ്രധാനമന്ത്രിയുടെ PA ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞ് PA വിളിച്ച് കാര്യം പറയുന്നു. എല്ലാവർക്കും പ്രധാനമന്ത്രിയെ കാണാനാണ് ആഗ്രഹം. എല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് വരുന്നത്. നീ ഇപ്പോൾ പുതുതായി എന്ത് കണ്ടുപിടിച്ചു? പെട്ടെന്നൊന്നും അപ്പോയിന്റ്മെന്റ് തരാൻ കഴിയില്ല എന്ന് PA പറയാണ്. സർ, ഇന്ത്യയുടെ ഭാവിയെ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് സർ. ഇത് രാഷ്ട്രീയമായി എല്ലാം മാറ്റിമറിക്കും എന്ന് ടെസ്ല പറയുന്നു. എന്താ ഭാവി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് എന്ന രീതിയിൽ PA കുറച്ചുകൂടി അവജ്ഞയോടെ സംസാരിക്കുമ്പോൾ ടെസ്ല പറയുന്നുണ്ട്, നാഗബന്ധത്തെക്കുറിച്ച് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകം പുറത്തെടുക്കുന്നു. അതെ, ആ ഗുഹയ്ക്കുള്ളിൽ ടെസ്ലയും സുഹൃത്ത് അലിയും പോയിരുന്നല്ലോ. രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ് പോയത്. അപ്പോൾ അലി വില്ലനായി മാറി. ടെസ്ലയ്ക്ക് ഈ പുസ്തകം കിട്ടി. ഇപ്പോൾ ഈ പുസ്തകം പുറത്തെടുത്തപ്പോൾ പ്രഭാകർ വളരെ കാലമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം കിട്ടിയല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ആകെ വികാരധീനായി പോവാണ്. ഇത് കാണുന്ന പ്രധാനമന്ത്രിയുടെ PA പറയുന്നുണ്ട്, ശരി ശരി, എങ്കിൽ നാളെ ഞാൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരാം. അതുവരെ നിങ്ങൾ ഇത് ഭദ്രമായി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ പുസ്തകം അവർക്ക് തന്നെ തിരികെ നൽകി അയാളോടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഈ ടെസ്ല പ്രഭാകറിന്റെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ പെൺകുട്ടി പാവകൾ വിൽക്കുന്നത് അദ്ദേഹം കാണുന്നു. അദ്ദേഹം ഒരു പാവ കാണാണ്. കാരണം ഇന്ന് ടെസ്ലയുടെ മകളുടെ ജന്മദിനമാണ്. ആ കാര്യം അദ്ദേഹം പ്രഭാകറിനോട് പറയുന്നു. ശരി, നീ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, ഇന്നത്തെ ദിവസം പോയി നന്നായി എൻജോയ് ചെയ്യ് എന്ന് പറഞ്ഞ ടെസ്ലയെ അവിടെ നിന്ന് യാത്രയാക്കുന്നു. അങ്ങനെ അവരൊരു പള്ളിയിലെത്താണ്. ആ പള്ളിയിൽ ടെസ്ലയുടെ ഭാര്യയും മകളും ഉണ്ട്. മകൾ വളരെ ആകാംക്ഷയോടെ വന്നിട്ട് എനിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ വാങ്ങിയ ഗിഫ്റ്റ് അദ്ദേഹം കാറിൽ തന്നെ മറന്നു വെച്ചിരിക്കുന്നു. അയ്യോ എന്ന ഭാവത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഫാദറിന്റെ അടുത്ത് പോയി കുമ്പസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ടെസ്ല അവിടെ പോയിരിക്കുന്നു. ഫാദർ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആ തെറ്റ് എന്താണെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ ഫാദർ മരിച്ചു വീഴുന്നു.
എന്താ ഫാദർ മരിച്ചോ എന്ന് ചിന്തിച്ച് ടെസ്ലയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അയാൾ കാണുന്നത് അവിടെ ഒരു രാക്ഷസൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വില്ലൻ അവിടെ വന്നിരിക്കുകയാണ്. എടാ അലി, ഇതെന്ത് വേഷമാണ് നീ കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി മുതൽ എൻ്റെ പേര് അലി എന്നല്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു പേര് പറഞ്ഞ് അലി പൂർണ്ണമായും ഒരു ചെകുത്താനായി മാറുന്നു. അവനിപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ അവനൊരു രാജാവായിരുന്നു, അതുകൊണ്ട് ആ ഗാംഭീര്യത്തോടെ ഇരിക്കണം എന്നവൻ പറയാണ്. എന്നിട്ട് ടെസ്ലയുടെ അടുത്ത് വന്ന് പറയുന്നു, നീ അവിടെ നിന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് വന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പുസ്തകം എവിടെയാണുള്ളത്? മര്യാദയ്ക്ക് അത് എനിക്കിതാ. ഇത് കേട്ട ടെസ്ലയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. കൊടുക്കാൻ കഴിയില്ലെന്ന് അയാൾ വിസമ്മതിക്കുന്നു. എന്നാൽ ആ വില്ലൻ തന്റെ സുഹൃത്താണെന്ന് പോലും നോക്കാതെ കുറെ ഗുണ്ടകളെ വെച്ച് ടെസ്ലയെ ക്രൂരമായി മർദ്ദിക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും തട്ടിപ്പറിക്കുന്നു. ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ ആ പുസ്തകം ഉണ്ടായിരുന്നില്ല. ഇത് തടയാൻ ശ്രമിച്ച ടെസ്ലയുടെ ഭാര്യയെയും അവർ മർദ്ദിക്കുന്നു. ഒരു ഘട്ടത്തിൽ ടെസ്ലയുടെ ജീവൻ പോകുന്ന അവസ്ഥയിലായി. ഇതെല്ലാം കണ്ട് അവരുടെ മകൾ, എൻ്റെ അച്ഛനെ വെറുതെ വിടാം അങ്കിൾ, പ്ലീസ് അങ്കിൾ എന്ന് കെഞ്ചുന്നു. നിന്റെ അച്ഛനോട് ആ പുസ്തകം തരാൻ പറ, ഉറപ്പായിട്ടും ഞാൻ വെറുതെ വിടാം എന്ന് അയാൾ പറയുന്നു. അച്ഛാ, ആ പുസ്തകം കൊടുത്തേക്ക് എന്ന് മകള് കെഞ്ചിയിട്ടും ആ പുസ്തകം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന സത്യം അയാൾ പറയുന്നില്ല. അതുകൊണ്ട് ആ വില്ലൻ ടെസ്ലയെ കൊല്ലുന്നു. ഒപ്പം അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. സീൻ കട്ട് ചെയ്താൽ തുളസിവരം എന്നൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ ഉത്സവമാണ്. ആ ഗ്രാമത്തിലാണ് നമ്മുടെ നായകന്റെ കുടുംബത്തെ കാണിക്കുന്നത്. അതായത് അവിടെ 2 കുടുംബങ്ങൾ പ്രശസ്തമാണ്. ഒന്ന് നമ്മുടെ നായകന്റെ കുടുംബം, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള അച്ഛന്റെ സഹോദരിയുടെ കുടുംബം. നായകന് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അനിയത്തിയുണ്ട്. എപ്പോഴും അനിയത്തിയെ ചുമലിലേറ്റി നടന്നാണ് അവൻ വളർത്തിയത്. എത്രയും പെട്ടെന്ന് അനിയത്തെ അവൾ പ്രണയിക്കുന്ന പയ്യനുമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് നായകൻ തീരുമാനിച്ചു. ആ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വന്നത്. അതേസമയം നായകന്റെ അമ്മാവനുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞ ശത്രുപക്ഷം. അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അമ്മാവന് ഒരു മകനും മകളും ഉണ്ട്. ആ മകൾ നായകനെ സ്നേഹിക്കുന്നുണ്ട്, മകൻ നായകന്റെ അനിയത്തെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്റെ മകന് നായകന്റെ അനിയത്തെ വിവാഹം ചെയ്ത് കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നായകന്റെ അനിയത്തിക്ക് വേറൊരു പയ്യനുമായി പ്രണയമുള്ളത് കൊണ്ട് ആ വിവാഹത്തിന് അവൾ സമ്മതിക്കില്ല. അതിനാൽ ആ ഉത്സവത്തിൽ വെച്ച് തന്നെ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. പ്രധാനമായിട്ടും നായകൻ ഒരു അനാഥനായതുകൊണ്ടും ദത്തെടുത്താണ് അവനെ വളർത്തുന്നത് എന്നതുകൊണ്ടും അവനെ വളരെ തരം താഴ്ത്തിയാണ് അവിടെയുള്ളവർ സംസാരിക്കുന്നത്. അതിലും നായകന്റെ അമ്മായി ഉണ്ടല്ലോ, അവര് വളരെ മോശക്കാരിയാണ്. അവര് നായകനെ ഒട്ടും ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെ നായകനെ കുത്തി നോവിച്ച് ബന്ധുക്കളൊക്കെ സംസാരിക്കുന്നത് അവന് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നുണ്ട്. ഈ ബന്ധുക്കളെ വീട്ടിലോ പുറത്തോ എവിടെ വെച്ച് കണ്ടാലും അവൻ പുഴയോരത്ത് പോയിരുന്ന് മദ്യപിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവനെ ആശ്വസിപ്പിക്കാനായി അനിയത്തി അവിടേക്ക് വരുന്നത്. അവളുടെ കാമുകനോടൊപ്പമാണ് വന്നത്. ചേട്ടൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഈ ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം വാരി കൊടുക്കുന്നു. നായകന്റെ ഉള്ളിൽ 1000 വേദനകളുണ്ടെങ്കിലും തന്റെ അനിയത്തി സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവനൊരു സമാധാനമാവുന്നുണ്ട്. ലോകത്തിൽ വെച്ച് അവന് ഏറ്റവും ഇഷ്ടം അവന്റെ അനിയത്തിയെ മാത്രമാണ്. ഇനി മറുവശത്ത് ഈ അമ്മാവന്റെ വീട്ടുകാർ ഇപ്പോൾ അപമാനിതരായി വഴക്കിട്ട് പോയതാണല്ലോ. അവരെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം, കാരണം അമ്മാവന്റെ മകളെയാണ് നായകനും സ്നേഹിക്കുന്നത്. അങ്ങനെ അവരെ സമാധാനിപ്പിക്കാനായി നായകൻ അവരുടെ വീട്ടിലേക്ക് വരുന്നു. നായകനെ കണ്ടതും അമ്മായിക്ക് ദേഷ്യം വരുന്നു. അമ്മായിക്ക് ഒരു അനിയനുണ്ട്. ആ അനിയൻ പറയുന്നുണ്ട്, ചേച്ചി ഇവൻ എന്തിനാ നമ്മുടെ വീട് പഠിക്കൽ വരുന്നത്? അതും അമ്മാവന്റെ അടുത്തിരുന്ന് വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നുണ്ടല്ലോ. അമ്മാവനാണെങ്കിൽ ഒന്നും പറയാതെ കേട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തം പെങ്ങളോടുള്ള സ്നേഹമാണ്, അത് ഇവന്റെ മേലും കാണിക്കുന്നുണ്ട് എന്നൊക്കെ വളരെ പരിഹാസത്തോടെ അവർ സംസാരിക്കുന്നു. നായകൻ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി വേറൊരു പയ്യനെ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയം പിരിച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മകനെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം അമ്മാവൻ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുക. കുടുംബത്തിൽ വഴക്ക് വേണ്ട, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് അവൻ കാല് തൊട്ട് തൊഴുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു വികാരം ഉണ്ടാവുന്നു. എങ്കിലും ആ അമ്മാവന്റെ മകനുണ്ടല്ലോ, അതായത് നായകന്റെ അനിയത്തെ പ്രണയിക്കുന്നവൻ, അവൻ വന്ന് നായകനെ ചവിട്ടിയിട്ട് പറയുന്നുണ്ട്, എടാ പുറത്തു പോടാ, സ്വന്തം ബന്ധത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ വേറെ ഏതോ ജാതിയിലുള്ള പയ്യന് നിന്റെ അനിയത്തെ കൊടുക്കുന്നില്ലേ, നീയാണോ സംസാരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നായകൻ അവനെ അടിക്കാൻ ഓങ്ങുന്നു. എന്നാൽ അമ്മായി അവനെ ഒരുമാതിരി നോക്കിയതുകൊണ്ട് അവൻ തന്റെ ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് വീണ്ടും അപമാനഭാരത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സങ്കടത്തോടെ രാത്രി നമ്മുടെ നായകൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പാമ്പുകൾ അവന്റെ ദേഹത്തേക്ക് കയറുന്ന പോലെ അവനൊരു ചെറിയ സ്വപ്നം കാണുന്നു. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് അവൻ ഞെട്ടി ഉണരുന്നു. ചെറുപ്പം മുതലേ അവന് പാമ്പുകളെ കുറിച്ചുള്ള ഇത്തരം സ്വപ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അടുത്ത നാട്ടിൽ വലിയൊരു ക്ഷേത്രമുണ്ട്, അതായത് ശ്രീരംഗപുരം എന്നു പേരിലുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ചാരി എന്നു പേരിലുള്ള ഒരാളുണ്ട്. ആ ക്ഷേത്രം നോക്കി നടത്തുന്ന പ്രധാനി ഈ ചാരിയാണ്. വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കും. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് സഹായികളുണ്ട്. എങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലണം എന്നൊക്കെ പലരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പഠിക്കുന്നുണ്ട്. അതിൽ ഒരു സഹായിയായ പെൺകുട്ടിയാണ് ഈ സിനിമയിലെ നായികയായ പാർവതി. വളരെ നാളുകളായി അദ്ദേഹത്തിന്റെ അടുത്ത് മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നതാണ് നമ്മുടെ നായിക പാർവതിയുടെ ജോലി. പ്രധാനമായിട്ടും ആ ചാരി എന്ന പൂജാരിയുടെ കയ്യിലാണ് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ താക്കോൽ ഇരിക്കുന്നത്. ആ ക്ഷേത്രം ആർക്ക് വേണമെങ്കിലും തുറക്കാം. എന്നാൽ ശ്രീകോവിലിന്റെ ഉൾഭാഗം തുറക്കാനുള്ള രഹസ്യം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. നിങ്ങൾ താക്കോൽ എടുത്തുകൊണ്ട് പോയി തുറക്കാൻ ശ്രമിച്ചാൽ പോലും ആ ഉൾഭാഗം മറ്റാർക്കും തുറക്കാൻ കഴിയില്ല. അത് ഈ ചാരിക്ക് മാത്രമേ കഴിയൂ. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാവരും
ആ രഹസ്യം എന്താണെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ചാരി അത് വർഷങ്ങളായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ട സമയമായി. ഇപ്പോൾ ആ ദേശത്തെ രാജാവ് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ആ വാതിൽ തുറന്നാലും ഉള്ളിലുള്ള ശ്രീകോവിലിന്റെ വാതിൽ ചാരി തന്നെയാണ് ഭദ്രമായി തുറക്കുന്നത്. ഇപ്പോൾ പുറത്തു നിന്ന് നാട്ടുകാരെല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട്. ആ രാജാവ് ചാരിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ ക്ഷേത്രം ഞങ്ങളുടെ പേരിലാണെങ്കിലും ഞങ്ങൾക്ക് ആ താക്കോൽ വെച്ച് ഉൾഭാഗത്തെ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ആ രഹസ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇത് കേട്ട് ചാരി പറയുന്നുണ്ട്, അതെനിക്ക് ദൈവം നൽകിയ വരം പോലെയാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നായിക പാർവതിയും ചാരിയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്നു. അവർ ദൈവത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നു. പ്രധാനമായിട്ടും ഈ വാതിലുകൾ എങ്ങനെയാണ് തുറക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവൾ പഠിച്ചെടുക്കുന്നു. അങ്ങനെ ഈ ക്ഷേത്രമുള്ള ഗ്രാമത്തിലേക്കാണ് നമ്മുടെ നായകൻ തന്റെ അനിയത്തിയുടെ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ പ്രാർത്ഥിക്കാനായി കുടുംബസമേതം വന്നിരിക്കുന്നത്. അവൻ ക്ഷേത്രത്തിലുള്ള നായിക പാർവതിയൊക്കെ കാണുന്നു. അവൾ അവിടെ നൃത്തം ചെയ്ത് ആ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതൊക്കെ നായകന് വളരെ ഇഷ്ടമാവുന്നു. അങ്ങനെ ഇരിക്കെ ഒരു അർദ്ധരാത്രിയിലാണ് ആ ചാരിയുടെ മുറിയിലേക്ക് ആരോ കടക്കുന്നതായും ജീവനേക്കാൾ വിലപ്പെട്ട ആ താക്കോൽ ഒരു പെൺകുട്ടി മോഷ്ടിക്കുന്നതായും കാണിക്കുന്നത്. ആ പെൺകുട്ടി മുഖം മറച്ച് വളരെ വേഗത്തിൽ ആ രഹസ്യവാതിലിനുള്ളിലേക്ക് പോകുന്നു. ചാരിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യവാതിൽ തുറക്കാനുള്ള പാസ്വേഡ് ഇപ്പോൾ ആ പെൺകുട്ടിക്കും അറിയാമെന്ന് മനസ്സിലാവുന്നു. അവൾ ആ വാതിൽ തുറന്ന് വിഗ്രഹത്തിന് സമീപമുള്ള താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം അവിടെ നിന്ന് മോഷ്ടിക്കുന്നു. അവൾ അത് മോഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ പുറത്ത് നേരത്തെ കണ്ട ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രഭാകർ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നു. ആഹാ, ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് പ്രഭാകർ അത് വാങ്ങുന്നു. അദ്ദേഹം സുഹൃത്തിനോടൊപ്പമാണ് വന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ കാർ എടുത്ത് വളരെ വേഗത്തിൽ പോകുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാവും. എന്നാൽ കഥ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എത്രയും വേഗം പ്രഭാകരന് ആ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ പാമ്പ് അദ്ദേഹത്തെ വകവരുത്തും. അദ്ദേഹം ഭയന്നതുപോലെ തന്നെ പാമ്പുകൾ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങി. അതിലൊരു പാമ്പ് കാറിനുള്ളിൽ കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിന്റെ കഴുത്തിൽ ചുറ്റുന്നു. ഇതിനിടയിൽ കാർ നിയന്ത്രണം വിട്ട് ഒരു പാറയിൽ ഇടിച്ച് താഴേക്ക് മറിയുന്നു. ആ അപകടത്തിൽ നിന്ന് പ്രഭാകർ വിഗ്രഹവുമായി മാത്രം രക്ഷപ്പെട്ട് അദ്ദേഹം വളരെ വേഗത്തിൽ ഓടി അവിടെ നിൽക്കുന്ന ഒരു വിമാനത്തിൽ കയറുന്നു. അങ്ങനെ വിമാനത്തിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കഴുകൻ അവിടേക്ക് വരുന്നു. അത് വിമാനത്തിന്റെ ഗ്ലാസ്സിൽ കുത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ആ വിമാനത്തിന്റെ ചിറകിലിടിച്ച് അത് സ്വയം ജീവൻ തന്നെ ബലിയർപ്പിക്കുന്നു. ഇതുമൂലം ആ വിമാനം താഴെ ഒഴുകുന്ന ഒരു നദിയുടെ തീരത്തുള്ള മരത്തിലിടിച്ച് അവിടെ തന്നെ തകർന്നു വീഴുന്നു. സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നായകൻ തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് മനസ്സിലാവുന്നു. അവിടെ വെച്ച് നായകനെ കാണാൻ ആദിത്യ എന്ന പേരുള്ള ഒരാൾ വരുന്നു. അവൻ ആരാണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹായിയാണ് ഈ ആദിത്യ. ഒരു സഹായം ചോദിച്ചാണ് അവൻ നായകന്റെ അടുത്ത് വന്നിരിക്കുന്നത്. കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് ലക്ഷക്കണക്കിന് രൂപ തരാം, ഞാൻ ചോദിക്കുന്ന ഒരു സാധനം മാത്രം നീ എടുത്തു തരാമോ എന്ന് അവൻ ചോദിക്കുന്നു. നായകനാണെങ്കിൽ തന്റെ അനിയത്തിയുടെ വിവാഹം ഭംഗിയായി നടത്തണം, അതിനായി അവന് പണം അത്യാവശ്യമാണ്. ഇതിനകം തന്നെ കുടുംബത്തിൽ അവനൊരു ചീത്ത പേരുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി അവൻ അതിന് സമ്മതിക്കുന്നു. നായകൻ ഒരു കാര്യത്തിന് സമ്മതിച്ചാൽ പിന്നെ അവരെന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. അവൻ തന്റെ ചെറിയ ബോട്ട് എടുത്ത് മാപ്പ് നോക്കി ഒരു കാട്ടിനുള്ളിലേക്ക് പോകുന്ന വഴിയിൽ ഭയങ്കര മഴയാണ്. നമുക്കത് ശരിക്കും എന്താണ് വേണ്ടത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നായകൻ ചോദിക്കുമ്പോൾ ഭൈരവ കോന എന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് അവൻ പറയുന്നു. നായകൻ ഞെട്ടാണ്. എന്ത്, ഭൈരവ കോനയിലോ? ആ സ്ഥലത്തേക്കോ? അത് വളരെ അപകടം പിടിച്ച സ്ഥലമാണല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ബോട്ട് നിർത്തുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ മുന്നിലൊരു ഗേറ്റ് പോലെയുണ്ട്. ആ ഗേറ്റിന് ചുറ്റും നിറയെ പാമ്പുകളാണ്. അത് കടക്കാൻ ശ്രമിച്ച ചിലരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ അവിടെ കിടക്കുന്നത് അവർ കാണുന്നു. ഒന്നും മിണ്ടാതെ ബോട്ട് തിരിച്ചു പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ നായകൻ നേരത്തെ തന്നെ വാക്ക് കൊടുത്തിരുന്നല്ലോ. നീ കൊടുത്ത വാക്കെന്തായി എന്ന് ആദിത്യ ചോദിക്കുകയാണ്. ശരി, നിനക്കെന്താ, അതിനുള്ളിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഗേറ്റിന് മുകളിലൂടെ 2 കയറുകളിട്ട് ഗേറ്റ് വലിച്ച് താഴെയിട്ട് ആ പാമ്പുകളെ മറികടന്ന് നായകൻ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അടുത്തായി വേറൊരു കെണി വരുന്നു. അതായത് ആ കാട്ടിൽ ഒരുപാട് കാട്ടുവാസികളുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് ഇരുവരുടെ നേർക്കും അമ്പുകൾ എയ്യുന്നു. അതിൽ പലർക്കും പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ അവരോട് പൊരുതി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവസാനം അവർ വലിയൊരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തുന്നു. അതിനു മുന്നിലായി അവർ ബോട്ട് നിർത്തുന്നു. ഇനിയെങ്കിലും പറ, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതാ ദൂരെ കാണുന്ന വിമാനമില്ലേ, കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ ആളുകൾ ആ വിമാനത്തിൽ ഒരു സ്വർണ്ണ വിഗ്രഹം കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ കുടുങ്ങിയ അവരെല്ലാവരും മരിച്ചു. ഇപ്പോൾ ആ വിമാനത്തിനുള്ളിൽ ആ സ്വർണ്ണ വിഗ്രഹമുണ്ട്. അതെങ്ങനെയെങ്കിലും എടുത്തു തരണം എന്ന് ആദിത്യ പറയുന്നു. വാക്ക് കൊടുത്തു പോയതുകൊണ്ട് നായകൻ കഷ്ടപ്പെട്ട് നീന്തി അറ്റത്ത് നിൽക്കുന്ന ആ വിമാനത്തിനടുത്തേക്ക് എത്തുന്നു. അതിനുള്ളിൽ കയറി ആ സ്വർണ്ണ വിഗ്രഹം എടുക്കാൻ വരുമ്പോഴേക്കും അതിനുള്ളിലും ചില പാമ്പുകൾ ആ വിഗ്രഹത്തിന് കാവലായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പാമ്പുകളോട് പൊരുതി നായകൻ എങ്ങനെയോ വിഗ്രഹം കൈക്കലാക്കുന്നു. എന്നാൽ അതിനിടയിൽ കാലു തന്നെ അവൻ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നു. നായകന്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം വാങ്ങാനായി ആദിത്യയും കൂട്ടുകാരും താഴേക്ക് ഇറങ്ങുന്നു. എന്നാൽ ആ നദിയിലുണ്ടായിരുന്ന മുതലകൾ വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. നായകന് മാത്രം അപ്പോൾ എന്തോ ഒരു പുനർജന്മ സ്മരണ വരുന്നു. ആ അപകടത്തിൽ നിന്ന് അവൻ എങ്ങനെയോ രക്ഷപ്പെടുന്നു.
അങ്ങനെ അവരൊരു കരയിൽ വന്നടിയുന്നു. അവൻ വന്നടിഞ്ഞ ഗ്രാമം ഏതാണെന്ന് വെച്ചാൽ നേരത്തെ ക്ഷേത്രമുള്ള ആ ഗ്രാമത്തിൽ തന്നെയാണ് അവൻ എത്തിയത്. അങ്ങനെ കിടക്കുന്ന നായകനെ അവിടെ വെച്ച് പാർവതി കാണുന്നു. കുറച്ച് നാട്ടുകാരെ വിളിച്ച് അവർ നായകനെ രക്ഷപ്പെടുത്തുന്നു. പാർവതിയെ കണ്ട ഉടനെ നായകൻ അവളോട് പ്രണയം തോന്നുന്നു. മറുവശത്ത് വില്ലനെ കാണിക്കുന്നു. വില്ലനും ആ ഗുഹയ്ക്കുള്ളിൽ വന്നിട്ടുണ്ട്. ആ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രധാന വില്ലനുമായി അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ആ പുസ്തകം കിട്ടിയല്ലോ, എന്നിട്ടും എന്നെ രക്ഷിക്കാതെ നീ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറുവശത്ത് ആ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ പൂട്ട് ഇപ്പോൾ പൊളിക്കപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ചാരി അത് കാണുന്നു. അദ്ദേഹത്തിന് വലിയ ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നാട്ടുകാരെല്ലാവരും വന്ന് അദ്ദേഹത്തെ അവിടെ വെച്ച് മോശമായി ചീത്ത പറയുന്നു. ഇദ്ദേഹമാണ് അത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും പഴിചാരുന്നു. ഇതെല്ലാം പിന്നിൽ നിന്ന് ചാരിയുടെ സഹായിയായ നമ്മുടെ നായിക പാർവതി കാണുന്നുണ്ട്. അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നു. ഈ കാര്യങ്ങളെല്ലാം വന്ന് അവൾ നമ്മുടെ നായകനോട് പറയുന്നു. ആ ക്ഷേത്രത്തിനുള്ളിൽ എന്താണ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നത് എന്ന് നായകൻ ചോദിക്കുമ്പോൾ താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം എന്ന് അവൾ പറയുന്നു. അത് കേട്ട ഉടനെ അത് എൻ്റെ കയ്യിലായിരുന്നു, ഞാനാണത് എടുത്തത് എന്ന് നായകൻ പറയുന്നു. ഇപ്പൊ അത് എവിടെയുണ്ട് എന്ന് അവൾ ചോദിക്കുകയാണ്. നായകൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നായകനെ തേടി അവന്റെ കുടുംബം അവിടേക്ക് വരുന്നു. പ്രധാനമായിട്ടും അമ്മാവന്റെ മകളും അനിയത്തിയും എല്ലാവരും ചേർന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. നായകനെ രക്ഷിച്ചതിന് എല്ലാവരും ചേർന്ന് പാർവതിക്ക് നന്ദി പറയുന്നു. സീൻ കട്ട് ചെയ്താൽ നായകന്റെ അനിയത്തിയുടെ വിവാഹമാണ് നടക്കുന്നത്. വളരെ ഗംഭീരമായ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ വില്ലൻ അലി അവിടേക്ക് കടന്നു വരുന്നു. വന്ന ഉടനെ തോക്കെടുത്ത് നായകന്റെ അനിയത്തിയുടെ കാമുകനെ അവൻ വെടിവെച്ചു കൊല്ലുന്നു. അടുത്തതായി നായകന്റെ ബന്ധുക്കളായ അമ്മാവൻ, നായകന്റെ അമ്മ എന്ന് തുടങ്ങി ഓരോരുത്തരെയായി അവൻ കൊല്ലുന്നു. എന്നിട്ട് നായകനോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ആ താമരപ്പൂ വിഗ്രഹം ഞങ്ങൾക്ക് താ, ഇല്ലെങ്കിൽ നീ ജീവനായി കരുതുന്ന നിന്റെ അനിയത്തിയുടെ കഥയെ ഞാൻ കഴിക്കും. എന്നാൽ നായകൻ അപ്പോഴും അത് തരില്ലെന്ന് പറയുന്നു. നായകന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അനിയത്തിയെയും അവർ കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ നായകന് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. എല്ലാവരും അവിടെ ശവശരീരങ്ങളായി കിടക്കുന്നു. ഇപ്പോൾ നായകൻ ഇടപഴകുന്ന നായികയായ പാർവതിയെങ്കിലും സഹായിക്കുമെന്ന് കരുതിയാൽ നായകന്റെ കയ്യിലുള്ള വിഗ്രഹം എവിടെയാണെന്ന് അവൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവൾ ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്ത് പ്രധാന വില്ലനായ അലിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ നായിക പാർവതിയും വില്ലന്റെ ആളാണെന്ന്. ആ സ്വർണ്ണ വിഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് അവൾ നായകനുമായി അടുപ്പം സ്ഥാപിച്ചത്. അതിൽ വില്ലന്റെ കൂട്ടത്തിൽ വേറൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രഭാകറാണ്. ഇവർ മൂന്നുപേരും ചേർന്നാണ് ആ വലിയ നിധി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇതെല്ലാം നായകനും കാണുന്നുണ്ട്. വളരെ അനീതിയായി എൻ്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഈ 3 പേരും വിഗ്രഹവും എടുത്തുകൊണ്ട് പോയല്ലോ എന്നവൻ ചിന്തിക്കുന്നു. എങ്ങനെയെങ്കിലും ആ വിഗ്രഹം അവരിൽ നിന്ന് വീണ്ടെടുക്കണം, ഇല്ലെങ്കിൽ ഇതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം ഇല്ലാതാവുമെന്ന് നായകൻ വിശ്വസിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ വേർപാടും അനിയത്തിയുടെയും അമ്മയുടെയും വിയോഗവും നായകന് സഹിക്കാൻ കഴിയുന്നില്ല. തന്റെ ബാല്യകാലമൊക്കെ ഓർത്ത് അവൻ അവിടെ ഇരുന്ന് കരയുന്നു. അവന് കരകയറാൻ കഴിയാത്ത ആ ദുഃഖത്തിലിരിക്കുമ്പോഴാണ് അവിടെ ഒരു സന്യാസി വരുന്നത്. അദ്ദേഹം നായകനോട് പറയുന്നുണ്ട്, നീ ദൈവം അയച്ച ദൂതനെ പോലെയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ആപത്തിൽ നിന്നും നീ എല്ലാവരെയും രക്ഷിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യന്റെ ജനനമാണ് വലുതായി കാണേണ്ടത്, അല്ലാതെ അവന്റെ അന്ത്യമല്ല. ജനിക്കാൻ 10 മാസം എടുക്കുന്ന ജീവൻ പോകുമ്പോൾ ഒരു നിമിഷം മതി. അതുകൊണ്ട് നീ അതേക്കുറിച്ച് വിഷമിക്കാതെ ബാക്കിയുള്ള ജീവനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ചിന്തിക്കുക. ആ താമരപ്പൂ വിഗ്രഹം ആ ക്രൂരന്റെ കയ്യിലെത്തിയാൽ അവർക്ക് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ കഴിയും. അതുകൊണ്ട് നീ പോയി അത് തടഞ്ഞു നിർത്ത്. അപ്പോൾ നായകനൊരു ചിന്ത വരുന്നു. അടുത്ത ഗ്രാമത്തിലുണ്ടായിരുന്ന ആ രാജാവുണ്ടല്ലോ, ആ രാജാവിന്റെ അടുത്തു നിന്നാണല്ലോ ആദിത്യ വന്ന് സഹായം ചോദിച്ചത്. അതുകൊണ്ട് അവനെ പിടിച്ചാൽ എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയുമെന്ന് അവൻ കരുതുന്നു. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി നോക്കുമ്പോൾ രാജാവ് അവിടെ നിന്ന് പോയെന്ന് മനസ്സിലാവുന്നു. രാജാവിന്റെ അനിയനോട് നായകൻ ഈ സത്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ അവിടെ വെളിപ്പെടുന്നത്. കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് 3 പേര് വന്നു എന്നയാൾ പറഞ്ഞു തുടങ്ങുന്നു. ആ 3 പേര് മറ്റാരുമല്ല, വില്ലനായ അലി, പ്രഭാകർ, പിന്നെ നായിക പാർവതി എന്നിവരായിരുന്നു. ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ ക്ഷേത്രത്തിലുള്ള ചാരിയുടെ സഹായിയായി പാർവതിയെ നിങ്ങൾ ശുപാർശ ചെയ്ത് അവിടെ കയറ്റിവിടണം. ചാരിയുടെ വിശ്വാസം പൂർണ്ണമായും പാർവതിക്ക് ലഭിക്കുന്ന രീതിയിൽ നോക്കിക്കൊള്ളണം എന്ന് അവരാവശ്യപ്പെട്ടു. അത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പാർവതിയെ അവിടെ കയറ്റിവിട്ടത്. അതിനുശേഷമാണ് പാർവതി ആ ചാരിയുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി ക്ഷേത്രത്തിലുള്ള ആ താമര വിഗ്രഹം അവിടെ നിന്ന് മോഷ്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് പ്രഭാകരന് നൽകിയത്. പ്രഭാകരാണെങ്കിൽ പോകുന്ന വഴിയിൽ വിമാനം കൊണ്ടുപോയി നദിയിൽ ഇടിച്ചിട്ടു. അതിനുശേഷമാണ് ആ വിഗ്രഹം നിനക്ക് കിട്ടിയത്. തുടർന്ന് പല കാര്യങ്ങളും നടന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സത്യം അറിയണമെങ്കിൽ പോയി പാർവതിയോട് ചോദിക്കുക, അവളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് നായകന് കടുത്ത ദേഷ്യം വരുന്നു. അവനിപ്പോൾ പാർവതിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് അതേ ഗ്രാമത്തിൽ പാർവതി കാറിൽ വന്നിറങ്ങുന്നത്. നായകൻ അവളെ പിന്തുടരുന്നു. നേരെ ആ ചാരി എന്ന പൂജാരിയുടെ കാലിൽ വീണ് അവൾ സോറി എന്ന് പറയാണ്. എന്താ, ചാരിയോട് തന്നെ സോറി ചോദിക്കുന്നോ? നീ എന്ത് ചെയ്തു എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, സ്വാമി, അങ്ങേക്കുണ്ടായ എല്ലാ അപമാനങ്ങൾക്കും കാരണം ഞാനാണ് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന ആ താക്കോൽ മോഷ്ടിച്ച് ആ വാതിൽ തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന ആ സ്വർണ്ണ വിഗ്രഹം എടുത്തത്. എന്നോട് ക്ഷമിക്കണം.
നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴാണ് നായിക അവളുടെ ഭാഗത്തുള്ള കഥ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം കൺഫ്യൂഷൻസ് മാറും. തുടക്കത്തിൽ ടെസ്ല എന്ന പേരിൽ ഒരു സായിപ്പ് ഉണ്ടായിരുന്നല്ലോ, അവൻ യഥാർത്ഥത്തിൽ നായികയുടെ ചേച്ചിയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത്. എന്നാൽ ആ പ്രേമ വിവാഹം നായികയുടെ അച്ഛനായ പ്രഭാകരന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതെ, പ്രഭാകറാണ് നായികയുടെ അച്ഛൻ. അദ്ദേഹം തന്റെ മകളെയും ടെസ്ലയും അംഗീകരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം രണ്ടുപേരും മാറി താമസിക്കുകയും അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. ആ കുട്ടി ജനിച്ചതിന് ശേഷം പ്രഭാകരന്റെ ദേഷ്യമൊക്കെ മാറി ടെസ്ലയെ തന്റെ മരുമകനായും മകളെ വീണ്ടും മകളായും അദ്ദേഹം സ്വീകരിച്ചു. എങ്കിലും മരുമകനോട് അദ്ദേഹത്തിന് ചെറിയൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നാഗബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യം കണ്ടെത്താനുള്ള ചുമതല അദ്ദേഹം ടെസ്ലയെ ഏൽപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം മരുമകൻ ആ പുസ്തകം കണ്ടെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുവന്ന് നൽകിയത് അദ്ദേഹത്തിന് വലിയൊരു ഞെട്ടലായിരുന്നു. അതുപോലെ ആ വില്ലൻ ഉണ്ടായിരുന്നല്ലോ, അവനും മാറിയതിനു ശേഷം തന്റെ മരുമകൻ മകൾക്ക് വാങ്ങിയ പാവ കാലിൽ തന്നെ വെച്ചു പോയതുകൊണ്ട് അത് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി പ്രഭാകർ വന്നിരുന്നു. അവിടെ നോക്കുമ്പോൾ ആ വില്ലൻ മരുമകനെയും മകളെയും കൊലപ്പെടുത്തിയത് അദ്ദേഹം കാണുന്നു. ഇനി തന്റെ കൊച്ചുമകളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ പുസ്തകം എങ്ങനെയെങ്കിലും ആ വില്ലന് നൽകുക. അങ്ങനെ അവൻ ചോദിച്ചതുപോലെ തന്നെ ആ പുസ്തകം വില്ലന് കൈമാറുന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാഗബന്ധം എന്ന വാതിൽ തുറക്കാനുള്ള താക്കോൽ എവിടെയാണെന്ന് നോക്കുമ്പോഴാണ് അത് ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയതിനു ശേഷമാണ് ഇവരെല്ലാവരും ചേർന്ന് പദ്ധതി തയ്യാറാക്കി നായികയെ ആ ക്ഷേത്രത്തിലേക്ക് അയച്ച് അവിടെ നിന്ന് താക്കോൽ മോഷ്ടിച്ചത്. ഇതാണ് സംഭവിച്ചതെന്ന് അവൾ അവിടെ പറയുന്നു. സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാനും അച്ഛനും അവരെ സഹായിക്കേണ്ടി വന്നത്. അങ്ങനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്റെ ചേച്ചിയുടെ മകളെ തിരികെ തരില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ചേച്ചിയുടെ മകൾ അവരുടെ കയ്യിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞ നായിക കരയാണ്. ഇതെല്ലാം മാറുന്നെന്ന് കേൾക്കുന്ന നായകൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പാർവതിയും ഒരു കെണിയിൽ പെട്ടതാണ്, അവളും നിരപരാധിയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ശരിയെന്ന് കരുതി അവൻ അവിടേക്ക് വരാണ്. അവൻ ചാരിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തെ രക്ഷിക്കാം, ആ താക്കോൽ ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തിക്കാം. അപ്പോൾ ചാരി അകത്ത് പോയി ഒരു താളിയോല ഗ്രന്ഥം കൊണ്ടുവന്ന് നൽകുന്നു. ഈ താളിയോല നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ താക്കോൽ നിന്റെ കയ്യിലുള്ളതിന് തുല്യമാണ്. ആ താക്കോൽ എവിടെയാണുള്ളതെന്ന് ഈ താളിയോല നിന്നെ കാണിച്ചു തരും എന്ന് അദ്ദേഹം പറയും. സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ആ താമര വിഗ്രഹം കൊണ്ട് വില്ലൻ വന്നിരിക്കുകയാണ്. ഈ മരത്തിന്റെ വേരുകൾക്കിടയിൽ വർഷങ്ങളായി പ്രധാന വില്ലനായ ഒരു രാക്ഷസൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവൻ ആ സ്ഥലത്ത് വന്ന് വിഗ്രഹം കാണിക്കുന്നു. അതിലൂടെ ആ രാക്ഷസന് ശക്തി തിരികെ ലഭിക്കുകയും അവൻ വളരെ കാലത്തിന് ശേഷം ഭൂമിയിൽ ജീവനോടെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പൗർണമി നാളിൽ അവർ നേരെ ആ നാഗബന്ധത്തിന്റെ വാതിലിനടുത്തേക്ക് പോകുന്നു. ഇതെല്ലാം അവിടെ നിന്ന് പ്രഭാകരും നോക്കി കാണുന്നുണ്ട്. തന്റെ കൊച്ചുമകളെ തിരിച്ചു കിട്ടിയെങ്കിലും അദ്ദേഹം ആ വാതിൽ തുറക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം അത് തുറക്കുന്നതിലൂടെ ലോകത്തിന് തന്നെ വലിയ അപകടമുണ്ട്. ഉള്ളിൽ ഒരുപാട് നിധികളുണ്ടെങ്കിലും ചില അപകടകരമായ ശക്തികളുണ്ട്. അതൊന്നും തുറക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് തടയാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് ആ പരമശിവനാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ നായകൻ കടന്നു വരുന്നു. ശിവന്റെ അവതാരമായി തന്നെ അവൻ വരുന്നു. നായകനെ കണ്ടതും അവിടെയുള്ള ആ കൊച്ചുകുട്ടിക്ക്, അതായത് പ്രഭാകരന്റെ കൊച്ചുമകൾക്ക് പൂർവ്വജന്മത്തിലെ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഈ വില്ലൻ കഴിഞ്ഞ ജന്മത്തിൽ രാജാവായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നല്ലോ. ആ രാജാവിന് കഴിഞ്ഞ ജന്മത്തിൽ അന്ത്യം കുറിച്ചത് നമ്മുടെ നായകനും ഈ പ്രഭാകരന്റെ കൊച്ചുമകളും ചേർന്നായിരുന്നു. കഥ ഏകദേശം 200 വർഷങ്ങൾ പിന്നിലേക്ക് പോകുന്നു. അന്ന് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്ന് വലിയ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഐക്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. അതൊക്കെ കാണുന്ന നാട്ടുകാർക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോഴാണ് അയൽ രാജ്യത്ത് നിന്ന് ഒരു രാജാവ് പടയുമായി വരുന്നത്. അവൻ ആ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിച്ച് അവിടെയുള്ള സമ്പത്തെല്ലാം കൊള്ളയടിക്കണമെന്ന് കരുതുന്നു. ഒരു ദയയുമില്ലാതെ അവൻ അവിടെയുള്ളവരെല്ലാവരെയും കൊന്നൊടുക്കുന്നു. ആ രാജാവ് മറ്റാരുമല്ല, ഈ കാലഘട്ടത്തിലെ വില്ലന്റെ കഴിഞ്ഞ ജന്മമാണത്. പല സ്ത്രീകളെയും അവർ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അപ്പോഴാണ് നാഗബന്ധം തുറക്കാനുള്ള താക്കോലായ ആ താമരപ്പൂ വിഗ്രഹം രാജാവിന് ലഭിക്കരുത് എന്ന് കരുതി ആ ക്ഷേത്രത്തിലെ പൂജാരി അത് നമ്മുടെ കൊച്ചുകുട്ടിയുടെ, അതായത് പ്രഭാകരന്റെ കൊച്ചുമകളുടെ മുൻജന്മം അവളുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നത്. ആ കുട്ടി അവിടെ നിന്ന് ഓടുമ്പോൾ വില്ലന്റെ മുന്നിൽ അകപ്പെടുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ അവിടെ വെച്ച് ആ കുട്ടിയെ രക്ഷിക്കാവുന്നതാണ് നമ്മുടെ നായകൻ. അവൻ ആരാണെന്ന് വെച്ചാൽ ഒരു കടുത്ത ശിവഭക്തനാണ്. ശിവന് വേണ്ടി തന്നെ പൂജകൾ ചെയ്ത് വർഷങ്ങളായി കാത്തിരിക്കുന്ന വ്യക്തി. അപ്പോൾ സാക്ഷാൽ പരമശിവൻ തന്നെ അവനിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ട് അവൻ ആ വില്ലന്മാരെ നശിപ്പിക്കുന്നു. അതിന്റെ അവസാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ പ്രധാന വില്ലനെ, അതായത് മരത്തിൽ കുടുങ്ങിക്കിടന്ന ആ രാക്ഷസനെ നായകൻ തന്റെ ശക്തി ഉപയോഗിച്ച് ആ മരത്തിൽ തളച്ചിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിലാണ് നടന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ ആഗ്രഹം നിറവേറാതെ പോയി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറാൻ വരുമ്പോഴേക്കും നമ്മുടെ നായകൻ അവർക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇത്തവണ താക്കോലിട്ട് അവർ ആ വാതിൽ തുറക്കുക തന്നെ ചെയ്യുന്നു. നായകന് ഇത് തടയാൻ കഴിയാതെ ഈ ജന്മത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും പരമശിവൻ കടന്നു വരുന്നത്. ആ നിമിഷം നായകനിൽ ഒരു അസാമാന്യ ധൈര്യം ജനിക്കുന്നു. ആ വീര്യം കൊണ്ട് അവിടെ വലിയ ശക്തികളോടെ നിൽക്കുന്ന ആ വില്ലനെയും പ്രധാന വില്ലനെയും നായകൻ ഇല്ലാതാക്കുന്നു. എല്ലാവരെയും അവൻ കൊല്ലാണ്. അങ്ങനെ അവൻ ഭൂമിയെയും രക്ഷിക്കുന്നു. പ്രഭാകരന്റെ കൊച്ചുമകളെയും അവൻ രക്ഷിക്കുന്നു. എന്നിട്ട് ആ തുറന്ന വാതിൽ അടയ്ക്കുകയാണ്. അവസാനം ആ കൊച്ചുകുട്ടി ആ വാതിലിനുള്ളിൽ ശരിക്കും എന്താണുള്ളത്
എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര പല കഥകളും ഉണ്ട് എന്ന് നായകൻ പറയുന്നു. അങ്ങനെ രണ്ടാം ഭാഗത്തിനുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.